ഇവിടെ രണ്ടുപേരൊരു പുതിയ ഗ്രഹത്തിലെ സൂട്ട് കേസൊക്കെ ആയിട്ട് വന്നിറങ്ങുന്നു. എന്നിട്ട് കയ്യിലിരുന്ന ബോൾ പോലെ ഇരിക്കുന്ന ഒരു ബാഗ് എടുത്ത് പൊക്കി എറിഞ്ഞതും ബോൾ പെട്ടെന്ന് വികസിച്ച് ഓട്ടോമാറ്റിക്കലി ഒരു ടെന്റ് ആയിട്ട് ഫോം ആകുന്നു. എന്നിട്ട് അവർ കൊണ്ടുവന്ന സൂട്ട് കേസ് അതിനകത്ത് കൊണ്ടുപോയി ഓപ്പൺ ചെയ്യാണ്. അതിലാണെങ്കിൽ ഹ്യൂമൻ സൈഗോട്ട് ഉണ്ടായിരുന്നു. ഉടനെ അതിലൊരാൾ ആ സൈഗോട്ട് എല്ലാം എടുത്ത് വന്ന ലേഡിയുടെ ദേഹത്ത് കണക്ട് ചെയ്യുന്നു. അങ്ങനെ 9 മാസം കഴിയാണ്. ആ കാലയളവിൽ അവരവിടെ വെജിറ്റബിൾസ് ഒക്കെ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. അതുകൂടാതെ വീടും പണിയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കവേ പെട്ടെന്ന് ടെന്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാണ്. ഉടനെ അയാൾ അവിടെ ചെന്ന് നോക്കിയാൽ സൈഗോട്ടെല്ലാം ഇപ്പൊ കുഞ്ഞുങ്ങളായി മാറിയിരിക്കുന്നു. അപ്പൊ അയാള് അമ്മയുമായി കുഞ്ഞുങ്ങളെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന വയറ് ഡിസ്കണക്ട് ചെയ്തിട്ട് ഓരോ കുഞ്ഞുങ്ങളെയും പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കുന്നു. എന്നാൽ 4 കുഞ്ഞുങ്ങളിൽ 3 പേർക്ക് ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 4ാമത് ജനിച്ച കുഞ്ഞിന് അനക്കമില്ല. അപ്പൊ ഇത് കണ്ട് വിഷമം വന്ന അമ്മ കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ നോക്കിയതും അമ്മയുടെ കണ്ണുനീര് കുഞ്ഞിന്റെ ദേഹത്ത് വീഴുന്നു. അപ്പൊ പെട്ടെന്ന് ആ കുഞ്ഞ് കണ്ണ് തുറക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിയുന്നു. ഇപ്പൊ അവർക്ക് 6 കുഞ്ഞുങ്ങളുണ്ട്. അവരാണെങ്കിൽ അടിപൊളിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവര് കൃഷിക്ക് വേണ്ടി മണ്ണ് തോണ്ടിക്കൊണ്ടിരുന്നപ്പോ മണ്ണിന്റെ ഉള്ളിലെ എന്തോ ഉള്ളത് പോലെ തോന്നുന്നു. ഉടനെ അവര് മണ്ണ് മുഴുവൻ മാറ്റി നോക്കിയതും ഡൈനോസറിന്റേതാണോ മുതലയുടേതാണോ എന്നറിയില്ല ഒരു വലിയ സ്കള്ള് കിട്ടുകയാണ്. അപ്പൊ അമ്മ കുട്ടികൾക്ക് അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതും അച്ഛൻ സ്കള്ളിന്റെ ഇടയിൽ നിന്ന് പുറത്തു വന്ന് കുട്ടികളെ പേടിപ്പിക്കുന്നു.